നിങ്ങൾ എൻ്റെ തെറികൾ മാത്രം പിന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. കാരണം കുട്ടിയുടെ ഉള്ളിൽ മുഴുവൻ തെറിയാണ്. ചോദിച്ചു പോയവ ഒരിക്കലും ഈ തെറി കണ്ടുപിടിച്ച ആള് ഞാനാണോ? തെറി കണ്ടുപിടിച്ച ആള് നാഗയല്ല. പക്ഷെ തെറികളാണെങ്കിലും അതിനകത്ത് ആ ഒരു സ്ത്രീ വിരുദ്ധത കാണുന്നില്ല. അവരുടെ അവയവങ്ങളെ അല്ലേ പറയുന്നത്? പുരുഷന്റെ അവയവങ്ങളെ പറയുന്നുണ്ട്. അപ്പൊ അന്നേരം പുരുഷന്മാർക്ക് നോവേണ്ടതല്ലേ? എന്താണ് ഇവിടെ സ്ത്രീ വിരുദ്ധത? ഇവിടെ സ്ത്രീ വിരുദ്ധതയില്ല, പുരുഷ മേധാവിത്വം ഇല്ല. എന്റെ ശരിക്കുള്ള പേര് ദിവ്യ എന്നാണെന്ന് നിങ്ങളോട് ആരാണ് പറഞ്ഞത്? ദിവ്യ ദേവി, സൈരന്ത്രി ദേവി, നാഗാദേവി, ആത്മാനന്ദ ദേവി, അർത്തസ്കൈ ദേവി, അതെല്ലാം ഞാൻ എനിക്കിട്ട പേരുകളാണ്. ഇപ്പൊ സ്വയം ദേവിയായിട്ട് പ്രഖ്യാപിച്ചിട്ട് ഇപ്പൊ സമൂഹത്തിന്റെ മുമ്പിൽ ശരിക്കും പറഞ്ഞാൽ നാഗ ഒരു വിഡ്ഢിയായിട്ട് മാറല്ലേ ചെയ്യുന്നത്? ഒരിക്കലുമല്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പേരുകളൊക്കെ തന്നെ നിങ്ങൾ സ്വയം പ്രഖ്യാപിച്ചതല്ലേ? അതെങ്ങനെ എങ്ങനെ പറയാൻ പറ്റും? ഞാനിപ്പോ നാഗയുടെ ശരിക്കുള്ള പേര് ദിവ്യ എന്നുള്ള പേരാണ്. പിന്നീടാണ് നാഗ സൈരന്ത്രി ദേവി എന്നുള്ളത് ആക്കിയെടുത്തത്. എന്റെ ശരിക്കുള്ള പേര് ദിവ്യ എന്നാണെന്ന് നിങ്ങളോട് ആരാണ് പറഞ്ഞത്? അത് സോഷ്യൽ മീഡിയയിലൊക്കെ കാണാവുന്നതാണല്ലോ. അപ്പൊ എന്തുകൊണ്ട് നിങ്ങൾക്ക് നാഗയും സൈരന്ത്രിയും ദേവിയൊക്കെ എന്റെ പേര് തന്നെയാണെന്ന് നിങ്ങൾക്ക് അത് ഉറപ്പിക്കാൻ കഴിയുന്നില്ല? ദിവ്യ എൻ്റെ പേരാണെന്ന് നിങ്ങൾ ഉറപ്പിക്കുന്നു. അതേപോലെ തന്നെയല്ലേ ഞാനിട്ട എൻ്റെ പേര് ദിവ്യയും ഞാൻ പറഞ്ഞാന്നല്ലോ നിങ്ങൾ അറിയുന്നത്. പക്ഷെ ഈ ദേവി എന്നൊക്കെ പറയുമ്പോഴേക്കും അത് നമ്മളിപ്പോ ദേവീ ദേവന്മാരെയൊക്കെ കാണുന്ന പോലെ അമ്പലത്തിലൊക്കെ പോകുമ്പോഴോ ദേവി എന്നൊക്കെ വിളിക്കുന്ന പോലെയാണ്. നാഗേനെ അങ്ങനെ നമ്മൾ ദേവിയായിട്ട് കാണണമെന്ന് നാഗയ്ക്ക് എങ്ങനെ പറയാൻ പറ്റും? നിങ്ങൾ കാണണ്ട, ഞാൻ കണ്ടോളാം. നമ്മൾ കാണുകയല്ലേ സോഷ്യൽ മീഡിയയിൽ തുറന്നു കഴിഞ്ഞാൽ നാഗസൈനിത്ര ദേവി എന്നുള്ള രീതിയിൽ തന്നെയാണ് യൂട്യൂബിലാണെങ്കിലും വരുന്നത്. അപ്പൊ സ്വയം ദേവിയായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ടിട്ട് ഈ ബാക്കിയുള്ളവര് ആ രീതിയിൽ തന്നെ വിഡ്ഢിയായിട്ട് കാണുകയാണെന്നുള്ളത് മനസ്സിലാക്കുന്നില്ല. ഇല്ല, അവര് വിഡ്ഢിയാകപ്പെടുകയാണ്. കാരണം അവര് അങ്ങനെ ആയി തീരുകയാണ്. അതിന് ഞാൻ ഉത്തരവാദിയല്ല. നാഗയാണല്ലോ അതിനുള്ള ഒരു ഇതിട്ട് കൊടുക്കുന്നത്. എന്റെ പേര് ദേവി എന്ന് എനിക്കൊരു പേരിടണമെന്ന് തോന്നി. ദേവി, ദിവ്യ ദേവി, സൈരന്ത്രി ദേവി, നാഗാദേവി, ആത്മാനന്ദ ദേവി, അർത്തസ്കൈ ദേവി, അതെല്ലാം ഞാൻ എനിക്കിട്ട പേരുകളാണ്. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഓരോ പേര് നിങ്ങൾ ഇടുന്നു, എനിക്ക് വിരോധമില്ല. ഇത് ഞാൻ എനിക്കിട്ട പേര്. പക്ഷെ ദേവി എന്നൊക്കെ പറയുമ്പോ അതിനകത്തൊരു ആത്മീയതയൊക്കെ ഉണ്ട്. ഇപ്പൊ നാഗയ്ക്ക് എന്ത് ആത്മീയതയാണ് ശരിക്കും ഉള്ളത്? നാഗ തന്നെ പറഞ്ഞു ആത്മീയത ഇല്ല എന്നുള്ളത്. എല്ലാവരിലും ആത്മീയതയുണ്ടെന്നും അത് അവനവൻ തന്നെ തിരിച്ചറിയണം. ഇല്ല എന്നുണ്ടെങ്കിൽ ഇല്ല, ഉണ്ട് എന്നുണ്ടെങ്കിൽ ഉണ്ട്. സ്വയം അംഗീകരിക്കലാണ്. നിങ്ങൾക്ക് നിങ്ങളെ അല്ല മുത്തേ, നിങ്ങൾക്ക് നിങ്ങളെ അംഗീകരിക്കാനുള്ള സ്വയം ചങ്കുറപ്പില്ല. പക്ഷെ എനിക്ക് എന്നെ അംഗീകരിക്കാനുള്ള ഒരു ചങ്കുറപ്പ് എനിക്കുണ്ട്. എനിക്ക് അതാണ് എന്ന് പറയാം. ഇപ്പൊ ചില ഒരു തെറികളും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതിനകത്ത് ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന മിക്ക തെറികളും എന്താ പറയാ, സ്ത്രീകൾക്കെതിരായ സ്ത്രീ വിരുദ്ധത നിറയുന്ന തെറികളാണ്. നാഗയും അത് യൂസ് ചെയ്യാറുണ്ട്. നാഗ ഒരു സ്ത്രീ ആണല്ലോ. അപ്പോ അങ്ങനെ നോക്കുമ്പോഴേക്കും അങ്ങനെയൊക്കെ പറയാൻ പാടുള്ളതാണോ? എന്താണ് ഇവിടെ സ്ത്രീ വിരുദ്ധത? ഇവിടെ സ്ത്രീ വിരുദ്ധതയില്ല, പുരുഷ മേധാവിത്വം ഇല്ല. അങ്ങനെയൊന്നും ഞാൻ നോക്കിയിട്ട് ഇവിടെ കാണാൻ പോലും കഴിയുന്നില്ല. അത് നാഗയ്ക്ക് കാണാത്തതാണ്. എനിക്ക് തോന്നുന്നത് നമ്മൾ കാണാറുണ്ട്. അതായത് ഇപ്പൊ ഒരുപാട് ആളുകൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെ ഇപ്പൊ സ്ത്രീകൾക്കെതിരെ നടക്കുന്ന കുറെ കാര്യങ്ങളൊക്കെയാണ്. ഇപ്പൊ പറയുന്ന പല തെറികളാണെങ്കിലും അതിനകത്ത് ആ ഒരു സ്ത്രീ വിരുദ്ധത കാണുന്നില്ല. അവരുടെ അവയവങ്ങളെ അല്ലേ പറയുന്നത്? പുരുഷന്റെ അവയവങ്ങളെ പറയുന്നുണ്ട്. അപ്പൊ അന്നേരം പുരുഷന്മാർക്ക് നോവേണ്ടതല്ലേ? പുരുഷന്മാർക്ക് നോവുണ്ട്. ഇപ്പൊ ഞാൻ ഒരു സ്ത്രീയുടെ ഒരു വ്യൂവിൽ നിന്നിട്ടാണ് ചിന്തിക്കുന്നത്. പുരുഷന്മാരുടെ പറയുന്നതുകൊണ്ടും എനിക്ക് വിയോജിപ്പുണ്ട്. ഞാൻ പറയുന്നത് ഒരു സ്ത്രീയുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോ എനിക്കത് ബാഡായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ബാഡ്, അത് മോൾക്ക് ബാഡായിട്ട് തോന്നുന്നു. മോൾ അത് മോശപ്പെട്ടതായിട്ട് കാണുന്നത് കൊണ്ടാണ്, കാഴ്ചപ്പാടാണ്. അത് ഞാൻ നമ്മളുടെ ഒരു അവയവമാണ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു അവയവമാണ്. അപ്പൊ അതിനൊരു മോശപ്പെട്ട ചീത്ത വിളിക്കുമ്പോഴല്ലേ യൂസ് ചെയ്യുന്നത് ആ വേർഡ്? അല്ലാതെ വിളിക്കൂലേ? നമ്മൾ തെറി വിളിക്കുമ്പോ എങ്ങനെയാ അത്? അതെല്ലാം പോട്ടെ, ഏത് വാക്കാണ് മോൾക്ക് സ്ത്രീ വിരുദ്ധമായിട്ട് മോശപ്പെട്ടതായിട്ട്? അത് ഞാൻ പറയില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതെനിക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അപ്പൊ മോടെ ഉള്ളിൽ അതുണ്ട്, പക്ഷെ അത് മോള് പറയുന്നില്ല, യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ്. കാരണം ഞാനത് കാണുന്നതാണല്ലോ.
അപ്പോ എനിക്കത് കാണുമ്പോഴത്തേനും എനിക്കിത് പറയാൻ പോലും ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് അത് ആ ഒരു പോർഷൻ തന്നെ എനിക്ക് ഭയങ്കര ഒരു വിയേർഡായിട്ട് തോന്നിയത്. ഓക്കെ, അത് മോൾക്ക് പറയാൻ ഇഷ്ടമല്ല, കാണാൻ ഇഷ്ടമല്ല, അപ്പോൾ പിന്നെ അതിനെപ്പറ്റി ചിന്തിക്കാതിരുന്നൂടെ? പക്ഷെ മോളുടെ ഉള്ളിൽ നിന്ന് അത് പോകുന്നതും ഇല്ല. പോകുന്നില്ലാത്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സോഷ്യൽ മീഡിയ തുറന്നാ കാണുന്നത് ഇതൊക്കെ തന്നെ ആയിരിക്കും. അപ്പൊ ഒന്നല്ലെങ്കിൽ അങ്ങനത്തെ കണ്ടന്റ്സ് ഒക്കെ ചെയ്യാണ്ടിരുന്നൂടെ എന്ന് ചിന്തിച്ചിട്ടില്ലേ? എനിക്ക് അങ്ങനെയൊന്നും ചിന്തിക്കാൻ തോന്നിയിട്ടില്ല. കാരണം ഈ ലോകം മുഴുവൻ ആളുകൾ യൂസ് ചെയ്യുന്നതാണ്. ഞാൻ ഒരാൾ മാത്രമല്ല, എല്ലാവരും ലോകത്തെല്ലാരും യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നാലും നാഗ അങ്ങനെ യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു തീരുമാനം എടുത്താൽ എന്താ? എനിക്ക് അങ്ങനെ തീരുമാനിക്കാൻ പറ്റില്ല. അതെന്തുകൊണ്ടാ? കാരണം എല്ലാവരും യൂസ് ചെയ്യുന്ന വാക്ക് ഞാൻ മാത്രം തീരുമാനം എടുത്ത് മാറ്റുമ്പോൾ അതെന്താണ് എല്ലാവരും യൂസ് ചെയ്യുന്നത്? അപ്പൊ അത് അങ്ങനെ വിളിക്കുന്നത് നല്ലതാണെന്നാണോ പറയുന്നത്? അത് നല്ലത് ചീത്തയെന്നല്ല, മറ്റുള്ളവർ വിളിക്കുമ്പോൾ എനിക്ക് അവിടെ വിഷയം വരുന്നില്ലല്ലോ. ഞാൻ പറയുന്നത് മനസ്സിലായോ? എത്രയോ ആളുകൾ പരസ്പരം വിളിക്കുന്നുണ്ട്, രാഷ്ട്രീയക്കാര് പറയുന്നില്ലേ? രാഷ്ട്രീയക്കാരൊക്കെ പറയുന്നതൊക്കെ ഓക്കെ, ഞാൻ പറയുന്നത് നാഗയുടെ. അപ്പൊ രാഷ്ട്രീയക്കാര് പറയുന്നത് ഓക്കേന്നല്ല ഞാൻ പറയണത്. ഇപ്പൊ എനിക്ക് രാഷ്ട്രീയക്കാരോട് പോയി ചോദിക്കാൻ പറ്റില്ല. എന്റെ അടുത്തിരിക്കുന്നത് നാഗ സൈരന്ധ്രി ദേവിയാണ്. അപ്പൊ എനിക്ക് നാഗയോട് മാത്രല്ലേ ചോദിക്കാൻ പറ്റുള്ളൂ എന്നാ ഞാൻ ചോദിക്കുന്നത്. അത് തന്നെയാണ് സംസാരിക്കുന്നത്. അത് തന്നെയാണ് കുട്ടി ഞാൻ പറയുന്നത്. എനിക്കത് കാരണം എല്ലാരും യൂസ് ചെയ്യുന്ന വാക്ക് ഞാനത് യൂസ് ചെയ്യുന്നു. എല്ലാരും യൂസ് ചെയ്യണത് നാഗ യൂസ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. യൂണീക്നെസ് കീപ്പ് ചെയ്യാലോ. അപ്പൊ എന്തുകൊണ്ട് മറ്റും ആ പറയുന്നവരെ നിങ്ങൾ എന്തുകൊണ്ട് അവരെല്ലാം നിങ്ങൾ എന്തുകൊണ്ട് ഒളിച്ചു വെക്കുന്നു? അവര് പരസ്യമായിട്ട് പറയാറില്ല. സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിട്ട് പറയുന്ന ആൾക്കാർ വളരെ ചുരുക്കമാണ്. ഞാൻ വളരെ കൂടുതൽ കണ്ടിട്ടുള്ളൂ അവര്. അപ്പൊ ഞാൻ മാത്രമാണ് ഈ വാക്ക് ഉപയോഗിക്കുന്നത്. ആ കമന്റ് എഴുതുന്ന ആൾക്കാരുണ്ട്. നാഗ പറയുന്നത് കൊണ്ടാണല്ലോ അങ്ങനെ കമന്റ് എഴുതേണ്ടത്. ഒരിക്കലും ഈ തെറി കണ്ടുപിടിച്ച ആള് ഞാനാണോ? തെറി കണ്ടുപിടിച്ച ആള് നാഗയല്ല, പക്ഷെ പറയുന്നുണ്ടല്ലോ, അത് സ്പ്രെഡ് ആവുന്നല്ലോ. കുഞ്ഞു കുട്ടികൾ വരെ ഇത് കാണുന്നതാണ്. എനിക്ക് തോന്നുന്ന കുഞ്ഞു കുട്ടികൾ വരെ ഈ ഒരു കാര്യം അവര് ഏറ്റു പറയാറുണ്ട്. ഇപ്പൊ ബാഡ് ആയിട്ടുള്ള രീതിയിൽ കുഞ്ഞു കുട്ടികൾ പറയാറുണ്ട്. നല്ലതല്ലല്ലോ. കുഞ്ഞു കുട്ടികൾ പറയാറുണ്ടെങ്കിൽ അത് അവരുടെയൊക്കെ വീട്ടില് അവരുടെയൊക്കെ അച്ഛനും അമ്മയൊക്കെ ഇരുന്ന് പറയുന്ന കേട്ട് പറയുന്ന അതും നാഗയുമായിട്ട് യാതൊരു ബന്ധവും. യൂട്യൂബിൽ കണ്ടിട്ട് നാഗയുടെ വീഡിയോസ് കണ്ടിട്ട് പറയുന്ന ആൾക്കാർ കുഞ്ഞു കുട്ടിയുടെ കയ്യിൽ എന്തിനാ ഫോണൊക്കെ അച്ഛനും അമ്മയൊക്കെ എടുത്തു കൊടുക്കുന്നത്? അത് അവര് അപ്പോഴാണല്ലോ. അല്ല, അപ്പോഴാ കുഞ്ഞു കുട്ടികളുടെ എല്ലാം കയ്യിൽ ഇത്ര ഫോണുകളൊന്നും അച്ഛനും അമ്മയൊക്കെ എടുത്തു കൊടുക്കും. അതെങ്കിൽ അതില് കുറ്റക്കാരവരല്ലേ? ചാൻസ് ഉണ്ടല്ലോ, അങ്ങനെ കാണാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അത് കേട്ട് പഠിക്കണ്ട എന്നുള്ള രീതിയിലെങ്കിലും അത് അവരോട് പറയണം, എന്നോടല്ല പറയണ്ട, അവരോട്. ഇപ്പൊ ഞാൻ തന്നെ ഇവിടെ കൊച്ചു കുട്ടിയായിട്ട് വളർന്നു വന്നു, കുഞ്ഞു കുട്ടിയായിട്ട് ഇതേ വാക്കുകളൊക്കെ തന്നെ ഇവിടെ പലരും ഉപയോഗിച്ചു. മനസ്സിലാവുന്നുണ്ടോ? എല്ലാരും ലോകം മുഴുവൻ അവിടെ വലിയവരെന്നില്ല, ചെറിയവരെന്നില്ല, പണക്കാരെന്നില്ല, പാവപ്പെട്ടവരെന്നില്ല, ഉയർന്ന ജാതി, താഴ്ന്ന ജാതി, മതം, വർഗം, വർണ്ണം എന്നൊന്നുമില്ലാതെ എല്ലാവരും ഉപയോഗിക്കുന്ന ഭാഷ. അപ്പോഴും ഞാൻ ഓരോ വീടുകളിലും പോയി നിങ്ങൾ എന്തിനാ ഇങ്ങനെ ഉപയോഗിക്കുന്നത്, നിങ്ങൾ എന്തിനാ ഇങ്ങനെ പറയാതിരുന്നൂടെ എന്ന് മാത്രമേ ഞാൻ ചോദിച്ചോളൂ. അല്ല, എനിക്ക് ഞാൻ പറയും, പറയേണ്ട സാഹചര്യം വന്നാ പറയും മോളെ. അല്ല, പറയേണ്ട സാഹചര്യം വരുന്നത് ഇങ്ങനെ ലൈവിലൊക്കെ വന്നിട്ട് എന്താ പറയാ, അങ്ങനത്തെ ഒരു ഇപ്പൊ നാഗേനെ നമ്മൾ വിചാരിക്കുമ്പോ തന്നെ കുറെ തെറികൾ പറയും എന്ന് തന്നെയാണ് നമ്മൾ ലൈവിൽ വിചാരിക്കുന്നത്. നിങ്ങൾ എന്റെ തെറികൾ മാത്രം പിന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. കാരണം കുട്ടിയുടെ ഉള്ളിൽ മുഴുവൻ തെറിയാണ്. ഇത് സീരിയസ് ആയിട്ട് പറയുന്നത് അതല്ല. ഇത്രയും ഈ ഒരു വിഷയം സംസാരിക്കാനായിട്ടുള്ള ഒരു മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല, തെറി നമുക്ക് വിടാം. അല്ല, തെറി വിടാം. തെറി വിട്ട് കഴിഞ്ഞിട്ട് വളരെ മനോഹരമായി ശില്പം പണിഞ്ഞിട്ടേക്കുന്നില്ല ഞാൻ. ഇത് സീരിയസ് ആണ് പറയുന്നത്, തമാശല്ല, പ്രാങ്കല്ല. വളരെ മനോഹരമായി ശില്പം പണിതിട്ടിരിക്കുന്നു. വളരെ മനോഹരമായി ഞാൻ പാട്ട് പാടും, നൃത്തം ചെയ്യും, എനിക്ക് നന്നായിട്ട് ബാങ്കിങ് അറിയാം. വർക്കൊന്നും ചെയ്യുന്നില്ല. അതാണ് നിങ്ങൾക്ക് അതിനെപ്പറ്റി വേണം നിങ്ങളൊക്കെ ഇതിലേക്ക് കൊണ്ടുവരേണ്ട, അല്ലാതെ തെറിയല്ല കൊണ്ടുവരേണ്ടത്. ഇവിടെ വരുന്നവര് മുഴുവൻ തെറിയെ പറ്റിയാ പറയുന്നത്. അതല്ല കുട്ടി വേണ്ടുന്നത്, അതല്ല. ഒരാള് ദേഷ്യം വരുമ്പോൾ ഉപയോഗിക്കുന്ന ഭാഷ, അതിങ്ങനെ പൊക്കി പിടിച്ച് വരുന്നവരെല്ലാം പൊക്കി പിടിച്ച് അതല്ല നമ്മൾ കൊണ്ടുവരണ്ടേ. തെറി ആർക്കും പറയാം, ലൈംഗികത ആർക്കും പറയാം, പക്ഷെ വളരെ രസകരമായ കാര്യങ്ങളാ, നമ്മൾ ഇതുവരെ കാണാത്ത കേൾക്കാത്ത കാര്യങ്ങള്, അത് മുന്നോട്ട് കൊണ്ടുവരണം.
അങ്ങനെ എന്തൊക്കെ കാര്യങ്ങളാ നാഗേനെ അതുപോലെ ഇത് ഞാൻ വളരെ സീരിയസ് ആയിട്ടാ പറഞ്ഞത്, മനസ്സിലായോ മോളെ? അപ്പോഴേ ഈ ബാങ്കിങ് അതുപോലെ തന്നെ വളരെ മനോഹരമായിട്ട് സംസാരിക്കാനുള്ള കഴിവ്, വളരെ മനോഹരമായിട്ട് നമുക്ക് ആളുകളുമായിട്ട് സംസാരിക്കാനുള്ള, അത് തന്നെ ഒരു കലയാണ്. ഈ നാഗയുടെ സംസാരം കേട്ടിട്ട് ആരെങ്കിലും ഭയങ്കരമായിട്ട് അഡിക്റ്റഡ് ആയിട്ട് വന്നിട്ടുണ്ടോ? ധാരാളം. എന്താ പറയാ നാഗ അങ്ങനെ സംസാരിക്കുമ്പോ ഭയങ്കരമായിട്ടൊരു അഡിക്ഷൻ തോന്നുന്നു, അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഒരു ആകർഷണം തോന്നുന്നു എന്നുള്ള രീതിയിലൊക്കെ പറയാറുണ്ടോ ആളുകൾ? ഒരുപാട് ഒരുപാട് ഒരുപാട്. അങ്ങനെ ഒരുപാട് ചതിക്കുഴികളിൽ പെട്ടിട്ടില്ലേ? ഒരിക്കലും ഇല്ല. ഞാനിതിനെ ചതിക്കുഴിയിൽ ചെന്ന് അങ്ങനെ ആരെങ്കിലും വന്ന് ഇപ്പൊ നമ്മളുടെ അടുത്ത് വന്ന് പറയാണ് നിങ്ങളുടെ വാക്കുകൾ നല്ലതാണ്, അപ്പൊ അത് ആ ഒരാള് പറയുമ്പോൾ അതങ്ങനെ ചതിക്കുഴിയാകും. അല്ല, അവര് ചതിക്കാനുള്ള ചാൻസുകൾ കൂടുതലല്ലേ? ചിലപ്പോ വേറെന്തെങ്കിലും ഉദ്ദേശിച്ചിട്ടാണെങ്കിലും അവര് വന്നത്. അങ്ങനെ എന്നെ ചതിക്കാൻ പറ്റിയ ഒരാൾ ഈ ലോകത്തില്ല, ഭൂലോകത്തില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. പക്ഷെ എനിക്ക് ചതി അറിയില്ല കുട്ടി. നാഗൊക്കെ ചതി അറിയില്ല, പക്ഷെ ഓപ്പോസിറ്റ് വരുന്ന ഒരാള് അയാളൊരു എന്താ പറയാ ഒരു സെക്സിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കാര്യത്തിന് പണം നേടാനോ അല്ലെങ്കിൽ ഫെയിം നേടാനോ വരുന്നതാണ് എന്ന് നാഗയ്ക്ക് എങ്ങനെ പറയാൻ പറ്റും? നമുക്ക് ആരുടെയും ഉള്ളിൽ കയറി പരിശോധിക്കാൻ പറ്റില്ല. ഇനി ഒരാൾ അങ്ങനെ എങ്ങനെ ആണെങ്കിൽ തന്നെ എനിക്കത് ചതിയായിട്ടല്ല തോന്നുന്നു. അയാൾ ഉള്ളിലുള്ള കാര്യം തുറന്നു പറഞ്ഞു, അതിങ്ങനെ ചതിയാവും. തുറന്നു പറയണില്ല എന്ന് തന്നെ വെക്കേ. അപ്പോഴോ തുറന്നു പറയാതെ പ്രണയം നടിച്ചു നിൽക്കുകയാണെന്ന് വെക്കാ. ആ നടിച്ചു നിന്നാൽ തന്നെ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ആത്മാർത്ഥമായിട്ട് ആരോടും ഒരു ഇഷ്ടമൊന്നും തോന്നിയിട്ടില്ല. എല്ലാവരോടും കാണുമ്പോ മിണ്ടും പറയും. അതല്ലാതെ അവരോടൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിങ്ങൾക്കാർക്കും സ്വന്തമായി തീരില്ലെന്ന്. കാരണം അങ്ങനെ എനിക്ക് പറ്റില്ല. ആരുമായിട്ടും ഒരു ഇങ്ങനെ അതാവാൻ എനിക്ക് കഴിയില്ല. അപ്പോൾ മുൻകൂട്ടി ഞാനത് പറയുന്നുണ്ട്, കാരണം അവര് ചതിയിൽ പെടാതിരിക്കാൻ. ഇപ്പൊ നാഗചേച്ചിനെ ഞാൻ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചപ്പോ, ഇന്റർവ്യൂവിന് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചപ്പോ നാഗചേച്ചി എൻ്റെ അടുത്ത് ഒരു പൈസയുടെ കാര്യം പറഞ്ഞ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സംസാരം ഉണ്ടായി. നാഗചേച്ചി ഒരു വീഡിയോ വരെ ഇട്ടുണ്ടായിരുന്നു. അപ്പോ ഈ നാഗചേച്ചിയുടെ ഈ ഒരു ആത്മീയത പറഞ്ഞിട്ട് നാഗചേച്ചി ഇതൊരു ബിസിനസ് ആക്കി മാറ്റാണോ? ആത്മീയതയല്ലല്ലോ ഞാൻ പറയുന്നത്. ഞാൻ കൊറേ സമയം പറഞ്ഞു ഇത് ആത്മീയതയല്ല, സംസാരമാണ്. സംസാരമാണ്. പക്ഷെ ഈ ഒരു ലുക്കും അല്ലെങ്കിൽ നമുക്ക് ഇതൊക്കെ ചുറ്റുപാടൊക്കെ കാണുമ്പോൾ എന്തൊക്കെയോ സംതിങ് ഒരു പൂജകളും കാര്യങ്ങളും ഒക്കെ ഉള്ളതുപോലെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോ അതുകൊണ്ടാണ് ഞാനത് അങ്ങനെ പറഞ്ഞത്. അപ്പൊ അതിനെ വിറ്റ് കാശാക്കുവാണോ ആ ഒരു രീതിയിലാണ്? അങ്ങനെയാണെങ്കിൽ ശാസ്ത്രലോകത്തിരുന്ന് പലതും ചെയ്യുന്നു, അതൊരു വിൽപ്പനയല്ലേ? അങ്ങനെ നോക്കുന്നെങ്കിൽ ക്ഷേത്രത്തില് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു, അത് വിൽപ്പനയല്ലേ? ആരാധനാലയങ്ങളിൽ ആരാധന നടത്തുന്നു, പണം കൊണ്ടിടുന്നു, വിൽപ്പനയല്ലേ? അങ്ങനെ നമ്മൾ നോക്കുന്നെങ്കിൽ ഈ ലോകത്ത് മുഴുവൻ നടക്കുന്ന ബിസിനസ്സാണ്. പക്ഷെ ഇതൊരു രസകരമായ കളി പോലെ എടുത്താലോ ബിസിനസ് അല്ല. അപ്പോൾ ഞാനിവിടെ ഇരുന്ന് നിങ്ങളുടെ മുന്നിൽ ക്യാമറയുടെ മുന്നിലിരിക്കുന്നു, നമ്മൾ രണ്ടുപേരും സംസാരിക്കുന്നു. മോൾക്കും അതിന്റെ ബെനിഫിറ്റ് വേണം, എനിക്കും വേണം. രണ്ടുപേരും കൂടെ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന, അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ, അറിയാതെ അല്ലല്ലോ, രണ്ടുപേരുടെയും വർത്തമാനങ്ങൾ പോവുക. എനിക്കും മോൾക്കും വേണം. അപ്പൊ ഇത് രസകരമായൊരു കളിയാണിത്. അതിൽ എനിക്ക് ഇത്ര രൂപ വേണമെന്ന് ഞാൻ പറയുന്നു, അതിനെനിക്ക് ബിസിനസ്സായിട്ട് എനിക്ക് തോന്നുന്നില്ല. പണം പിന്നെ എന്തിനാ ഈ പണം വെച്ചേക്കുന്ന? നിക്ക് മുത്തേ, പിന്നെ എന്തിനാണ് ഈ പണം? പണം കൊടുക്കൽ വാങ്ങലുകൾ നടത്താനാണ്. അപ്പോൾ ഇവിടെ വന്ന് ഞാനിങ്ങനെ ചെയ്താൽ എനിക്ക് പണം വേണം. കാരണം എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ പോകണമെങ്കിൽ, ഭക്ഷണം കഴിക്കണമെങ്കിൽ, അരി വാങ്ങിക്കണമെങ്കിൽ, വസ്ത്രം വാങ്ങിക്കണമെങ്കിൽ, വൈദ്യുതി ചാർജ് കൊടുക്കണമെങ്കിൽ പണം വേണം. അവിടെ എനിക്ക് പണം കൂടിയേ തീരൂ. ഞാൻ ജീവിച്ചിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ ദേഹത്തിന്റെ ആവശ്യത്തിന് മനുഷ്യ നിയമമാണ്. ആ നിയമങ്ങളിലും മനുഷ്യൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചില കാര്യങ്ങളിലും മനുഷ്യനിർമ്മിതമായ ചില കാര്യങ്ങൾ എടുത്ത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് കളികൾ നടത്തുന്നു. വളരെ വ്യക്തമല്ലേ ഞാൻ പറഞ്ഞത്? മനസ്സിലായോ കണ്ണ? ഈ നേരത്തെ അതല്ലെങ്കില് ഇനി പണം വേണ്ട എന്നിരിക്കുവാണെങ്കിൽ വേണ്ട, പണം വേണ്ട. കല്ല് തമ്മിൽ അങ്ങോട്ട് ഉരച്ചിട്ട് തീ കത്തിക്കുക, അതുപോലെ എണ്ണ ഉണ്ടാക്കുക. അപ്പോൾ നമുക്ക് പണത്തിന്റെ ആവശ്യമില്ല കേട്ടോ, മനസ്സിലായോ? പിന്നെ മരവുരി എന്തുവാ തോലൊക്കെ എടുത്തു വെച്ച് ഉടയാട ഉണ്ടാക്കുക,
ഇല പറിച്ച് വസ്ത്രം ഉണ്ടാക്കി അവിടെ നമുക്ക് പണം അങ്ങനെയൊക്കെ വേണ്ട. ജീവിക്കാൻ ആഗ്രഹമുണ്ടോ? ഞാൻ അങ്ങനെയൊക്കെ ജീവിക്കുമല്ലോ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ശാസ്ത്രലോകത്താകുമ്പോൾ ഇതെല്ലാം ചെയ്തിട്ടുണ്ട്. എനിക്കൊരു രസമായിരുന്നു, അഡിക്റ്റ് ആയിരുന്നു. അതിങ്ങനെയൊക്കെ ചെയ്യാനൊക്കെ എനിക്ക് ഇഷ്ടമാണ്. ഇഷ്ടമാ. ഈ നേരത്തെ പാമ്പിനോട് പ്രണയം തോന്നി, ഓന്തിനോട് പ്രണയം തോന്നി എന്നൊക്കെ പറഞ്ഞില്ലേ, അതൊക്കെ ഒരു വട്ടായിട്ട് കൂട്ടൂലേ? ഇല്ല, എനിക്ക് എന്തിനാ വട്ട്? കാരണം മനുഷ്യനെ പ്രേമിക്കുമ്പോൾ തന്നെ ഇവറ്റകളെ പ്രേമിച്ചാൽ എന്താ കുഴപ്പം? അതെന്താ? അവരെയൊക്കെ പ്രേമിച്ചിട്ട് എന്താ കിട്ടുന്നേ? ഒന്നും കിട്ടില്ല, ഒരു സുഖം, ഒരു രസം, അത്രേ ഉള്ളൂ.